മര്യാദയ്ക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത്. പത്തനംതിട്ടയിൽ ഇത്തവണ BJP അവതരിപ്പിച്ചത് വേറെ ആരെയുമല്ല, സാക്ഷാൽ AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി. പക്ഷെ തന്നെയല്ല, ഇയാളെയാ. അനിൽ പോലും ഒരുപക്ഷെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥം പ്രതീക്ഷിച്ച് കാണില്ല. ഇതെന്തും മറിമായും ഇങ്ങോട്ട് ഇരുന്നാട്ടെ. നിരീക്ഷണം അനുസരിച്ച് അനിൽ ആന്റണി അതിശക്തനായ ഒരു കാൻഡിഡേറ്റ് അല്ല എന്ന് തന്നെ എനിക്ക് നിരീക്ഷണമുണ്ട്. എന്താ നിങ്ങൾ എന്നെ കളിയാക്കുക? ഇറങ്ങി ചെയ്തതിന് ശേഷം കുറച്ച് ഓളമൊക്കെ ഉണ്ടാക്കി, നമ്മൾ ആ വീഡിയോ കണ്ടതാണല്ലോ. ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി ഇത് കണ്ടോ എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരിക്കുക. അതൊന്നുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിൽ അനിൽ ആന്റണി ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് അച്ഛന്റെ ലേബലിൽ മാത്രമാണ്, അല്ലാതെ എന്ത് കോൺഗ്രസ് ബന്ധമാണ് അനിൽ ആന്റണിക്കുള്ളത്? ചേട്ടൻ എന്നെ കുറിച്ച് നാട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു ഇലക്ഷൻ നിന്നാ പുഷ്പം പോലെ ജയിച്ചു പോരും. അത്രയ്ക്ക് നല്ല പേരാ എനിക്ക് അവിടെ. അപ്പോൾ AK ആന്റണിയുടെ മകൻ എന്നതല്ലാതെ BJPയിലേക്ക് വരാനുള്ള ഒരു യോഗ്യതയും ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അനിൽ ആന്റണിക്കില്ല. അങ്ങനെ നമ്മൾ കഞ്ഞികളാണെന്നാണോ പറഞ്ഞതിന്റെ സൂചന? ഇതൊരു സന്ദർഭമാണ്. മേലേക്കിടയിലും താഴേക്കിടയിലും എനിക്ക് എന്ത് സ്വാധീനമുണ്ടെന്ന് തെളിയിക്കാൻ കിട്ടിയ ഒരു സന്ദർഭം. ഒരാളെ കൊണ്ടുവന്ന് പത്തനംതിട്ട പോലെ ഒരു സ്ഥലത്ത് അവർക്ക് വേണമെങ്കിൽ ഭാവിയിൽ കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ സാധ്യതയുള്ള, എല്ലാ അർത്ഥത്തിലും സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നിർത്തിയത് എന്തിനാണെന്നാണ്. ബുദ്ധിയുണ്ട്, പക്ഷെ അത് ഉപയോഗിക്കണില്ല. ആരുടെയും കുറ്റമല്ല, എല്ലാം എന്റെ വിധിയാണ്. അങ്ങനെ പത്തനംതിട്ടയിൽ 28% വോട്ട് K സുരേന്ദ്രൻ കൊണ്ട് എത്തിച്ച ഒരു മണ്ഡലത്തിലാണ് നമ്മൾ രാഷ്ട്രീയമായി ഏറ്റവും വലിയൊരു മണ്ടത്തരം BJP സത്യത്തിൽ ചെയ്തത്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല. സാരമില്ല സാർ, ഒരബദ്ധമൊക്കെ ഏത് പോലീസുകാരനും പറ്റും. PC ജോർജോ ഷോൺ ജോർജോ ആണെങ്കിൽ ഈ രാഷ്ട്രീയത്തിൽ മത്സരിക്കുമ്പോൾ അവരുടെ ഒരു പൊളിറ്റിക്കൽ പ്രസൻസ് തന്നെ വേറെ ആയിരിക്കും, അല്ലേ? അതേസമയം അനിൽ ആന്റണി ഏറ്റവും അവസാനം AK ആന്റണിക്ക് എതിരെ നടത്തിയ പരാമർശം ആ മണ്ഡലത്തെ തിരിച്ചടിച്ചു. മതിഭ്രമല്ലേ, മതിഭ്രമം. അച്ഛനെതിരെ പറഞ്ഞത് അദ്ദേഹം വിചാരിച്ചത് കോൺഗ്രസ്സുകാരനായ അച്ഛനെതിരെ പറയുമ്പോൾ എന്തോ വീരാരാധന കിട്ടുമെന്നാണ്. അഹങ്കാരം കൊണ്ട് പറയല്ല, ലോകത്തൊരച്ഛനും ഇതുപോലത്തെ തന്നെ ഇത്രയും ചെയ്യും. വളരെ മോശമായ ഒരു പ്രതികരണമേ തന്തയ്ക്ക് വിളിച്ച മകൻ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഏതെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടുക, അതിൽ പിടിച്ച് വിവാദം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ ഒരു പൊളിറ്റിക്കൽ പ്രസൻസ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യം പഠിക്കേണ്ടത് ഇതുപോലുള്ള അണ്ടർഗ്രൗണ്ട് പരിപാടികളാണ്. അല്ല, പത്തനംതിട്ടയിൽ അനിൽ ആന്റണി തോറ്റാലും മന്ത്രിയാക്കും എന്നൊക്കെയായിരുന്നു പ്രചാരണം. ഇപ്പൊ മോദി തന്നെ ക്ഷീണിച്ച സ്ഥിതിക്ക് ഇനി അനിൽ ആന്റണിക്ക് എന്ത് കിട്ടുമെന്ന് അറിയില്ല. അതൊന്നും നടക്കൂലേ. കൊടുത്ത കൊല്ലത്തും കിട്ടും. ഇത് ഇവിടെ ഇരിക്കട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ.